എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൈതൃകത്തിലേക്ക് സ്വാഗതം. ദൈവമെന്നും നമ്മുടെ സ്നേഹപിതാവാണ്. നമ്മുടെ ദൗർബല്യങ്ങളും തെറ്റുകളും വാത്സല്യപൂർവ്വം ക്ഷമിക്കുന്ന സ്നേഹപിതാവ്. എന്നാൽ നാം ആ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യാൻ ശ്രമിക്കരുത്. യേശു നമ്മോട് പറഞ്ഞ ധൂർത്തപുത്രന്റെ ഉപമ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇതാണ് നരക കോടതി. ധൂർത്തപുത്രനെ പ്രലോഭിപ്പിച്ച് പിതാവിൽ നിന്നും അകറ്റിയ ഒരു സാത്താനെ ഇന്നിവിടെ വിചാരണ ചെയ്യുകയാണ്. കോടതി ആരംഭിക്കുന്നു. വാചകമടിച്ചു നിൽക്കാതെ വാദം തുടങ്ങണോ? വാദം എനിക്കല്ല, തനിക്കാണ്. ഒന്നും മിണ്ടാതെ കിഴവാ. ധൂർത്തപുത്രനെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട 127 നമ്പർ കേസിലെ പ്രതി ഡെവിൾ 42 വയസ്സ്. ഞാനിവിടെ ഉണ്ട്. ഡെവിൾ 42 വയസ്സ്. ഞാനിവിടെ ഉണ്ട്. ഡെവിൾ 42 വയസ്സ്. ഞാനിവിടെ ഉണ്ടാവേ. കോടതി മുൻപാകെ അസത്യം മാത്രമേ ബോധിപ്പിക്കൂ. അത് മാത്രമേ എനിക്കറിയൂ. യുവർ ഓണർ, ധൂർത്തപുത്രനെ പ്രലോഭിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടവനും അതിൽ പരാജയപ്പെട്ടവനുമായ ഡെവിളിനെ വിസ്തരിക്കാൻ അനുവാദം തരണം. അനുവാദം തന്നിരിക്കുന്നു. ഒന്ന് വേഗം വേണം. മിസ്റ്റർ ഡെവിൾ, നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന ദാനിയേൽ എന്നു പേരുള്ള മുടിയനായ പുത്രൻ നിങ്ങളുടെ കഴിവുകേടുകൊണ്ട് പിതാവിന്റെ പക്കലേക്ക് തിരിച്ചുപോയി. ഇതാണ് തന്റെ പേരിലുള്ള കുറ്റം. ഒബ്ജക്ഷൻ യുവർ ഓണർ. എന്റെ പ്രതി കുറ്റം ചെയ്തിട്ടില്ല. മുടിയനായ പുത്രനെ കൊണ്ട് ചെയ്യിക്കാവുന്ന തിന്മകളെല്ലാം ചെയ്യിച്ച് കഴിവ് തെളിയിച്ചവനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ മനഃപൂർവ്വം കള്ളക്കേസിൽ കുടുക്കി തേജോവധം ചെയ്യരുത്. ഓർഡർ, ഓർഡർ. സമ്പത്ത് നശിച്ചവൻ പശ്ചാത്തപിക്കുമെന്നുള്ള കേവല സത്യം പോലും മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണ് പ്രതിയുടെ പേരിലുള്ള കുറ്റം. ബഹുമാനപ്പെട്ട കോടതി, ആ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. സമ്പത്തും അനുഗ്രഹങ്ങളും കൊടുക്കുന്നത് നരകത്തിന്റെ പണിയല്ല. അത് നശിപ്പിക്കുന്ന കാര്യത്തിൽ എന്റെ കക്ഷി തീർത്തും വിജയിച്ചിട്ടുണ്ട്. യുവർ ഓണർ, കേസിന്റെ തെളിവിലേക്കായി ചില ചോദ്യങ്ങൾ പ്രതിയോട് ചോദിക്കാൻ അനുവാദം തരണം. തന്നിരിക്കുന്നു. ചോദിക്കേ. മിസ്റ്റർ ഡെവിൾ, നിങ്ങളുടെ പേരെന്താണ്? നരകപ്പറമ്പിൽ കുട്ടിച്ചാത്തൻ മകൻ ഡെവിൾ സാത്താൻ. നിങ്ങൾ എത്ര വർഷം ധൂർത്തപുത്രന്റെ കൂടെ ഉണ്ടായിരുന്നു? 1/2 വർഷം. ഈ 6 മാസം കാലം നിനക്കവൻ അടിമയായിരുന്നു എന്ന് നീ പറഞ്ഞാൽ എനിക്കത് നിഷേധിക്കാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിനക്കത് നിഷേധിക്കാൻ കഴിയുമോ ഡെവിൾ? ഇല്ല. ഇല്ലേ? നോട്ട് ദിസ് പോയിന്റ്. എടോ, തനിക്ക് ഭ്രാന്തുണ്ടോ? എന്തൊക്കെ ചോദ്യമാണ് ചോദിക്കുന്നത്? എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. ഓർഡർ, ഓർഡർ. താൻ മിണ്ടാതെ നിൽക്കൂ. അയാൾ ചോദിക്കട്ടെ. ധൂർത്തപുത്രൻ കൂടെയുണ്ടായിരുന്ന 6 മാസം ഏതെങ്കിലും ഒരു ദിവസം അവൻ പ്രാർത്ഥിക്കുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അവൻ ഒരു ദിവസം പ്രാർത്ഥിക്കുന്നതായിട്ട് കണ്ടു. നോട്ട് ദിസ് പോയിന്റ്. പ്രാർത്ഥിക്കാൻ അനുവദിച്ചു. പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാക്കുക, അതാണ് നമ്മുടെ പണി. ആട്ടെ, 6 മാസത്തിന് ശേഷം അവൻ പശ്ചാത്തപിച്ച് തിരിച്ചു പോയപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? അവനെ വിട്ടേച്ച് ഓടിപ്പോന്നു. നോട്ട് ദിസ് പോയിന്റ്. ഈ 6 മാസം നിങ്ങൾ അവനെ പ്രാർത്ഥനയിൽ നിന്നും മാറ്റി നിർത്തിയില്ല. മണ്ടൻ സാത്താൻ.
നിങ്ങൾ ഈ നരകത്തിന് തന്നെ അപമാനമാണ്. That's all. ഐ ഒബ്ജക്ഷൻ യുവർ ഓണർ. ഓവർ യു പ്രൊസീഡ്. ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. യു പ്രൊസീഡ്. അവസാനം ദാനിയേൽ തിരിച്ച് പിതാവിന്റെ അടുത്തേക്ക് പോയപ്പോൾ നാണം കെട്ട് ഓടിപ്പോരുകയാണ് പ്രതി ചെയ്തത്. ഇതെല്ലാം നിന്റെ വിധിയാണെന്നും പറഞ്ഞ് നിനക്ക് അവനെ ആശ്വസിപ്പിക്കാമായിരുന്നില്ലേ? ആശ്വാസമോ? അതൊന്നും നമ്മുടെ വകുപ്പിൽപ്പെട്ട പണിയേയല്ല. വകുപ്പിൽപ്പെടാത്ത ജോലികൾ ഒരു സാത്താനും ചെയ്യില്ല. ഓർഡർ. താൻ മിണ്ടാതിരിക്കെ, അയാൾ പറയട്ടെ. ആ യജമാനൻ നോക്കാൻ കൊടുത്ത പന്നികളെ ഓരോന്നിനെ വിറ്റ് ധൂർത്തപുത്രനെ കള്ളനാക്കാമായിരുന്നു. ആ പണം പാവപ്പെട്ടവർക്ക് ബ്ലേഡ് പലിശയ്ക്ക് കൊടുക്കാമായിരുന്നു. അങ്ങനെ അവനെ നരകത്തിന് അർഹനാക്കാമായിരുന്നു. ഇതൊന്നും ചെയ്യാത്ത പ്രതിക്ക് കടുത്ത ശിക്ഷ നൽകണമെന്ന് കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. പ്രതിക്ക് കോടതി മുമ്പാകെ എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? ഒരു ഭാര്യയും 2 കുട്ടിച്ചെകുത്താന്മാരുമുള്ള ഒരു പാവം ചെകുത്താനാണ് ഞാൻ. എനിക്ക് ആ തല തെറിച്ചവനെ വഴിതെറ്റിക്കാൻ ഒരവസരം കൂടി തരണം. പ്രതി കുറ്റക്കാരനാണെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ ഇവനെ കുന്തം കൊണ്ട് കൂമ്പിന് കുത്തി കുടല് പുറത്തു വരുന്നതുവരെ കുന്തത്തെ കുരിച്ചു നിർത്തുക. വേഗം. ബഹുമാനപ്പെട്ട കോടതിക്ക് എന്നോട് കനിവുണ്ടാകണം. എനിക്ക് ഒരവസരം കൂടി തരണം. ഞാൻ ആ തെമ്മാടിയെ വീണ്ടും പിതാവിൽ നിന്ന് അകറ്റാം. ഇന്നുവരെയുള്ള ഇടവിളിന്റെ സേവനം കണക്കിലെടുത്ത് ഇവന്റെ വിധിയിൽ ചെറിയ അയവ് വരുത്തുന്നു. ഇവന്റെ കൊമ്പും വാലും മുറിച്ച് ഇവനെ ഭൂമിയിലേക്ക് അയക്കാൻ ഈ കോടതി ഉത്തരവിടുന്നു. മകനേ മറന്നകന്നോ നിന്റെ ഭവനം പാഴ്മരുവിൽ ഏകനായി നീ പോയതെവിടെ? തിരിച്ചു വരും നിന്നെ മാറോടു ചേർക്കാൻ കാത്തു നിൽക്കുന്നിതാ സ്നേഹപിതാവു ഞാൻ. പിതാവേ, സ്വർഗത്തിനും അങ്ങേക്കുമെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മകനെന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല. ഇവിടുത്തെ വേലക്കാരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. ഇല്ല, നീ എന്റെ പൊന്നുമോൻ തന്നെയാണ്, എന്റെ ദാനിയേൽ. ഹേയ് കൂട്ടരെ, എന്താണ് നോക്കി നിൽക്കുന്നത്? ഗ്രാമാന്തരങ്ങളിൽ പോയി അറിയിക്കൂ, ഗോത്രത്തലവൻ ബെഞ്ചമിന്റെ ഇളയ മകൻ തിരിച്ചു വന്നിരിക്കുന്നുവെന്ന്. ഗായകരെ തുടങ്ങുവിൻ. തപ്പുകൾ കൊട്ടിയും കിന്നരം മീട്ടിയും പാട്ടുപാടി നൃത്തം ചവിട്ടുവിൻ. മുളം കാറ്റേറ്റു പാടി ഇല്ലായ്മ തീർക്കുവാൻ നാഥൻ വരുന്നേ. ഇല്ലിമുളം കാറ്റേറ്റു പാടി ഇല്ലായ്മ തീർക്കുവാൻ നാഥൻ വരുന്നേ. ഇമ്പമായി അവനൊന്നു ചൊല്ലിയാൽ പോലും തുன்பങ്ങളെല്ലാം നീങ്ങിടുമേ. ഇമ്പമായി അവനൊന്നു ചൊല്ലിയാൽ പോലും തുன்பങ്ങളെല്ലാം നീങ്ങിടുമേ. പാടട്ടെ പാടട്ടെ അലിയുന്ന കരളിൻ്റെ അത്ഭുതങ്ങൾ, അലിയുന്ന കരളിൻ്റെ അത്ഭുതങ്ങൾ.
പാടട്ടെ പാടട്ടെ അലിയുന്ന കരളിൻ്റെ അത്ഭുതങ്ങൾ, അലിയുന്ന കരളിൻ്റെ അത്ഭുതങ്ങൾ. എത്ര കരുണാമയനാണ് എൻ്റെ പിതാവ്. ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകളെല്ലാം ക്ഷമിച്ച് എന്നെ ഒരു മകനായി അംഗീകരിച്ചിരിക്കുന്നു. വാസ്തവം വാസ്തവം. നിങ്ങൾ ആരാണ്? നിങ്ങളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. എന്നെ കണ്ടു കാണാൻ വഴിയില്ല, കാരണം ഞാനിവിടെ ആദ്യമായാണ് വരുന്നത്. എന്താണ് താങ്കളുടെ പേര്? എന്റെ പേര് ഡെവിൾ ഡേവിഡ്. ആ ഡേവിഡ്, നിങ്ങൾ എന്തിനാണ് ഈ നാട്ടിലേക്ക് വന്നത്? എന്റെ ഒരു കഴുത കയറ് പൊട്ടിച്ച് ഈ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് കണ്ടു കിട്ടിയോ? കണ്ടു, പക്ഷേ കിട്ടിയില്ല. അതെന്താ? ഈ നാട്ടിലെ പ്രഗത്ഭനായ ഒരാൾ അതിനെ കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. താങ്കൾക്ക് എന്നെ സഹായിക്കാനാവുമോ? തീർച്ചയായും ഞാൻ നിങ്ങളെ സഹായിക്കാം. ഒന്ന് ചോദിച്ചോട്ടെ, എന്താ ഇവിടെ ആഘോഷം വല്ലതും? ഞാൻ എന്റെ പിതാവിൽ നിന്നും ഓഹരിയും വാങ്ങി നാടുവിട്ടവനാണ്. എന്നിട്ട് നിങ്ങൾ ഇവിടെ? ഞാൻ തിരിച്ചു വന്നു. എൻ്റെ പിതാവ് എന്നെ മകനായി സ്വീകരിച്ചു. കേട്ടില്ലേ കുഴലൂത്തുകാരുടെ ആർപ്പുവിളികൾ? അപ്പോൾ ഇവിടുത്തെ ആഘോഷങ്ങളിൽ നീ തീർത്തും സന്തോഷവാനാണ്. തീർച്ചയായും ഞാൻ സന്തോഷിക്കുന്നു. എന്റെ പിതാവും. അത് നിന്റെ പിതാവിന്റെ നല്ല മനസ്സ്. അതിൽ നീ സന്തോഷിക്കുന്നത് എന്തിന്? നിനക്ക് ഇതിനൊന്നും അർഹതയില്ല. കുഴലൂത്തുകാരെത്തുന്നത് വിവാഹത്തിനും മരണത്തിനുമാണ്. ഇന്ന് നിന്റെ വിവാഹമല്ല, അപ്പോൾ നിന്റെ മരണം. നീ മരിച്ചിരിക്കുന്നു. നീ മരിച്ചു പോയടാ. ഇവിടെ എന്താണ് കുഴലൂത്തും ബഹളങ്ങളും കേൾക്കുന്നത്? അറിഞ്ഞില്ലേ, താങ്കളുടെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. പിതാവ് അവനെ സ്വീകരിച്ചു. അതുമാത്രമോ, ഒരു കൊഴുത്ത കാളക്കുട്ടിയെയും കൊന്ന് ആഘോഷിക്കുകയാണ്. ദാനിയേൽ തിരിച്ചു വന്നെന്നോ? ഞാനൊന്ന് ചോദിക്കട്ടെ അലോഷി, നിന്റെ പിതാവിന് നിന്നോട് ഇഷ്ടമില്ലേ? നിനക്കും നിന്റെ കൂട്ടുകാർക്കും ഒരു കോലാടിനെ പോലും. പിതാവിന് അവനോടാണ് വാത്സല്യമെങ്കിൽ ഇനിയും എന്റെ അവകാശത്തിലാണ് അവന്റെ കണ്ണെങ്കിൽ ഈ മഴ കൊണ്ട് ഞാൻ മറുപടി പറയും. മോനെ അലോഷി, നിന്റെ സഹോദരൻ തിരിച്ചു വന്നടാ. നമുക്കിന്ന് സന്തോഷത്തിന്റെ സുദിനമാണ്. വരൂ, നമുക്ക് ആനന്ദിക്കാം. ആനന്ദിക്കാനും സന്തോഷിക്കാനും വരട്ടെ. എനിക്കൊന്നറിയണം, അങ്ങയുടെ സമ്പത്ത് മുഴുവൻ നശിപ്പിച്ചിട്ട് വന്നവന് വേണ്ടിയാണോ ഈ ആഘോഷം? സമ്പാദിക്കാൻ ഞാനും ധൂർത്തടിക്കാൻ അവനും. മോനെ അലോഷി, നിങ്ങൾ രണ്ടുപേരും എന്റെ മക്കളാടാ. നിന്റെ സഹോദരൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. അതിനാൽ നമ്മൾ സന്തോഷിക്കണ്ടേ? വരൂ, അവരെല്ലാവരും നിന്നെ കാത്തിരിക്കുന്നു. ചേട്ടാ, എന്നോട് ക്ഷമിക്കൂ. കരയല്ലേ ദാനിയേൽ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഏതായാലും നീ നല്ലവനായി തിരിച്ചു വന്നല്ലോ. സന്തോഷമായി മക്കളെ. ഞാൻ വിരുന്നുശാലയിലേക്ക് ചെല്ലട്ടെ. സഹോദരങ്ങളായാൽ ഇങ്ങനെ വേണം. ഇത്രയും നീചനായ ഇവനെ സഹോദരനായി അംഗീകരിച്ചല്ലോ. ഇവൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഓർത്താൽ ദൈവം പോലും ഇവനോട് പൊറുക്കില്ല. ആ, നിങ്ങൾ സംസാരിച്ചു നിൽക്ക്. ഞാൻ ഈ വേഷമൊന്ന് മാറ്റട്ടെ. ദയവ് ചെയ്ത് നിങ്ങൾ എങ്ങനെ സംസാരിക്കരുത്. നിങ്ങളുടെ ഓരോ വാക്കുകളും എന്നെ കീറി മുറിക്കുന്നു. ഞാൻ സത്യം പറഞ്ഞു എന്നേ ഉള്ളൂ. പിതാവിൽ നിന്നും സഹോദരനിൽ നിന്നും നിനക്ക് മാപ്പ് കിട്ടി. പക്ഷേ ദൈവം നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ദൈവം എന്നെ ശിക്ഷിക്കുമോ? പറയൂ സുഹൃത്തെ, ദൈവം എന്നെ ശിക്ഷിക്കുമോ? ദൈവം പ്രതികാരദാഹിയാണ്. അവിശ്വാസം കാട്ടിയ മോശയെ കാനാൻ ദേശം കാണിക്കാതെ മരുഭൂമിയിൽ കൊന്നൊടുക്കിയവനാണ്. സൊദോം ഗൊമോറ എന്ന പട്ടണം ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ചവനാണ്. അവൻ നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ ദൈവമേ, ഞാൻ എവിടെ പോയി ഒളിക്കും? നിന്റെ കണ്ണുകൾ എല്ലായിടവും കാണുന്നല്ലോ. പാപങ്ങളാണ് നീ ചെയ്തത് മുഴുവൻ. ആരാണ് നിങ്ങൾ? പട്ടണ
ക്ലാസ്സിലെ വിരുദ്ധശാലയിൽ നീ കുടിച്ചു കൂത്താടിയില്ലേ? നിശാസുന്ദരികളുമൊത്ത് നീ പാപം ചെയ്തില്ലേ? പാവപ്പെട്ട പെൺകുട്ടികളുടെ അഭിമാനത്തിന് നീ വില പറഞ്ഞില്ലേ? നിരപരാധികളായ എത്ര പേരെ നീ മർദ്ദിച്ച് അവസനാക്കി. ഈ സന്തോഷം താൽക്കാലികമാണ്. കടുത്ത ശിക്ഷാവിധി നിന്നെ കാത്തിരിക്കുന്നു. നിരപരാധികളുടെ രക്തം വീണ് കറ പിടിച്ചതല്ലേ നിന്റെ ഈ കൈകൾ? കടുത്ത ശിക്ഷാവിധി നിന്നെ കാത്തിരിക്കുന്നു. നിർത്തൂ. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. എനിക്ക് അർഹമല്ലാത്ത സൗഭാഗ്യങ്ങൾ എന്നെ ചുട്ടുപൊള്ളിക്കുന്നു. അനിവാര്യമായ ഒരു തിരിച്ചുപോക്ക് ഞാൻ ആരംഭിക്കട്ടെ. എന്റെ ആശ്രയമായിരുന്ന ആ പന്നിക്കൂട്ടിലേക്ക് എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. സുഹൃത്തുക്കളെ, എനിക്കൊരല്പം മദ്യം തരൂ. എന്റെ തലച്ചോറ് മരവിക്കുന്നു, എന്റെ ചിന്തകൾ കെട്ടുപിണയുന്നു. എല്ലാം മറന്നുറങ്ങാൻ എനിക്കൊരല്പം മദ്യം തരൂ. മോനെ മോനെ ദാനിയൽ, നീ എന്താണ് ഇങ്ങനെ? നീ മദ്യപിച്ചിരിക്കുന്നുവോ? അതെ, എനിക്ക് കുടിക്കണം. ഞരമ്പുകൾ പൊട്ടി, ധമനികൾ മുറുകി, ഹൃദയം പിളർന്ന് എനിക്ക് മരിക്കണം. അർഹമല്ലാത്ത സ്നേഹം എന്നെ വീർപ്പ് മുട്ടിക്കുന്നു. മോനെ ദാനിയൽ, നിന്റെ സുബോധം നശിച്ചിരിക്കുന്നു. എന്നെ തുടരുത്. നിങ്ങൾ ആരാണ് എന്നെ ഉപദേശിക്കാൻ? മോനെ ദാനിയൽ, ഞാൻ നിന്റെ പിതാവാണടാ. അപ്പോൾ ഒരു മകനായി നിങ്ങൾ എന്നെ അംഗീകരിച്ചിരിക്കുന്നു. തീർച്ചയായും. എങ്കിൽ എനിക്കുള്ള ഓഹരി എവിടെ? അതെല്ലാം വിറ്റ് പണമാക്കി എനിക്ക് തരണം. ഈ നശിച്ച നരകത്തിൽ നിന്നും എനിക്ക് രക്ഷപ്പെടണം. ഓഹരിയോ? നിനക്കുള്ള ഓഹരി ഞാൻ തന്നതല്ലേ? ഇല്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. ഇനിയും ധൂർത്തടിച്ച് നശിപ്പിക്കാൻ ഒരു ചില്ലിക്കാശ് പോലും ഞാൻ നിനക്ക് തരില്ല. നിന്റെ അനുവാദം എനിക്ക് ആവശ്യമില്ല. ഞാൻ എന്റെ പിതാവിനോടാണ് ഓഹരി ചോദിച്ചത്. പിതാവ്? ഈ നാവ് കൊണ്ട് പിതാവെന്ന് വിളിക്കാൻ നീ യോഗ്യനല്ല. എന്തു പറഞ്ഞടാ നിന്നെ ഞാൻ? നിർത്തൂ. എന്റെ കൺമുമ്പിൽ കിടന്ന് തലതെല്ലിച്ചാകുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. സ്വത്തിന് വേണ്ടിയുള്ള യുദ്ധം വേണ്ട. അലോഷി, നീ എന്നും എന്നെ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്. സഹോദരന് വേണ്ടി നിന്റെ സ്വത്തിന്റെ പകുതി കൊടുക്കാൻ നീ തയ്യാറാകണം അലോഷി. പിതാവേ, സ്വത്തിലും വലുത് എനിക്ക് അങ്ങോട്ട് സ്നേഹമാണ്. എന്റെ സഹോദരൻ ഇനി നശിക്കുമല്ലോ എന്നോർത്താണ്. സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. എനിക്ക് ഉടനെ പോകണം. നീ എങ്ങോട്ട് പോകുന്നു ദാനിയൽ? നഗരത്തിലെ മദ്യഷാപ്പുകൾ എന്നെ കാത്തിരിക്കുന്നു. സുരസുന്ദരികളായ നിശാശലഭങ്ങൾ ഉറക്കമൊഴിഞ്ഞ് എന്നെ കാത്തിരിക്കുന്നു. എനിക്ക് അവരുടെ അടുത്തെത്തണം. എന്റെ കൂട്ടുകാരൻ എവിടെ? കൂട്ടുകാരനോ? അതെ, നഷ്ടപ്പെട്ടു പോയ കഴുതയെ തിരഞ്ഞു വന്നൊരു കൂട്ടുകാരൻ എനിക്കുണ്ട്. അതാ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആളുങ്ങെത്തിയല്ലോ. കഴുതയെ കിട്ടിയോ കൂട്ടുകാരാ? കുരുക്ക് തയ്യാറായി കഴിഞ്ഞു. ഇനി കഴുത്തിലിട്ട് കുരുക്കേണ്ട താമസം. ദാനിയൽ, നീ ഇവനോടൊപ്പം പോകരുത്. ഇവൻ നിന്റെ സുഹൃത്തല്ല. ഇവനാണ് എന്റെ യഥാർത്ഥ സുഹൃത്ത്. ഇരുൾ മൂടിക്കിടന്ന എന്റെ കണ്ണുകൾക്ക് പ്രകാശവും എന്റെ ബുദ്ധിക്ക് തെളിച്ചവും തന്നത് ഇവനാണ്. ദാനിയേൽ മോനെ, നിനക്ക് തെറ്റി. ഇവൻ സാത്താനാണ്. ആട്ടിൻതോലണിഞ്ഞ ചെന്നായ വിനാശത്തിന്റെ ലോകത്തിലേക്കാണ് ഇവൻ നിന്നെ നയിക്കുന്നത്. ദാനിയേൽ, നിന്റെ പിതാവ് എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. വേഗം പണം വാങ്ങും, നമുക്ക് യാത്ര തുടങ്ങാം. നിത്യസന്തോഷത്തിലേക്കുള്ള യാത്ര. ദാനിയേൽ, നീ പോകരുത്. ഈ പിതാവിനെ നീ വിശ്വസിക്കൂ. ഇവൻ മനുഷ്യരൂപം പൂണ്ട സാത്താനാണ്. ഇവന്റെ കണ്ണിലെ കുടിലതയും വശീകരണ ഭാവമുള്ള സംസാരവും രക്തം കുതിക്കുന്ന നാവും അത് വിളിച്ചു പറയുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പ്രായമേറിയത് കൊണ്ടുള്ള വിഭ്രാന്തിയാണിതെല്ലാം. ഇനിയും എന്നെ വിശ്വാസമായില്ലെങ്കിൽ ഇതാ ഈ കൈകളിൽ തൊട്ടിട്ട് നീ നിന്റെ സുഹൃത്തിനെ സൂക്ഷിച്ചു നോക്കൂ. അനുതപിച്ച നിന്റെ മനസ്സിലേക്ക് ദുഷ്ടവിചാരങ്ങൾ കടത്തിവിട്ടത് സാത്താന്റെ തന്ത്രമാണ്. അവൻ കൊണ്ടുവന്ന കുരുക്ക് അത് നിനക്കുള്ളതാണ്. അവൻ തേടി വന്ന കഴുത അതും നീയാണ്. മക്കളെ, പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിലൂടെ മാത്രമേ തിന്മയെ ജയിക്കാനാകൂ. അനുതപിക്കുന്ന ഓരോരുത്തരുടെയും ചുറ്റിലും തന്ത്രങ്ങളുമായി കെണിയൊരുക്കി അവൻ കാത്തിരിപ്പുണ്ട്. സൂക്ഷിക്കുക, തിരുവചനത്തിൽ വിശ്വസിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക, പരസ്പരം സ്നേഹിക്കുക.
വളർന്നാലും ദൈവമേ ഞാനെന്നും അങ്ങേക്കു പൈതൽ. കൂടെ നടക്കുന്നു പകലിൽ ഊട്ടിനിരിക്കുന്നു ഇരുളിൽ. എത്ര വളർന്നാലും ദൈവമേ ഞാനെന്നും അങ്ങേക്കു പൈതൽ. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ അനുഷ്ഠാന കലാരൂപങ്ങളിലെ ഒരു സുപ്രധാന നൃത്തരൂപമാണ് മാർഗംകളി. മേനിയും തെയ്തൈ പിടിത്തതണ്ടും കൈയും മെയ്യും എന്നേക്കും വാഴ്കവേ തെയ്തൈ വാഴ്ക വാഴ്ക. നമ്മുടെ പരീക്ഷ എല്ലാം ഭൂമി മേൽ തെയ്തൈ വഴിക്കുറായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം. തെയ്തൈ അഴിവു കാലം വന്നടുത്തു അലയുന്ന നിൻ മക്കളെ തെയ്തൈ അഴിയായി വണ്ണം കാത്തരുൾവാൻ കഴിവു പേശുക മാത്തോമൻ. തെയ്തൈ പട്ടുടൻ പണി പുടവ പവിഴമുത്തോ മാലയും തെയ്തൈ അലങ്കരിച്ച പന്തലിൽ വന്നുദക വേണം മാർത്തോമൻ. തെയ്തൈ അലങ്കരിച്ച പന്തലിൽ വന്നെഴുന്തരുൾക മാർത്തോമൻ. തെയ്തൈ അലങ്കരിച്ച പന്തലിൽ വന്നരുൾ തരെ താകൃകുതൈതത്താദൃതത്തേ. അരുൾ ചെയ്തിതാചാരമേ എന്നു നിന്നെന്നു ഒതിത്തെ അരെന്നു മതെന്തെന്നു മുതലതെന്നു ഒതിത്തെ വിധമേതു നീയറിക. അരജൻ ചോഴൻ ഒതിത്തെ വിധി വിഷയം പ്രതി അടിയാർ വന്നു ഒതിത്തെ കഴിവതിനൗവനമേ എന്നരുൾ ചെയ്യുക ഒതിത്തെ കരുതിയതിന്നൊരു വഴിയെ പോവൻ ഒതിത്തെ ഇവരിതു ചൊന്നതിനു ഉത്തരമൻപൽ ഒതിത്തെ ഇതം വരുമാറരുൾ ചെയ്തുമാറ ഒതിത്തെ ഇടമതിൽ നിന്നരന നഴിക മുൻപ് ഒതിത്തെ ഇടമതിൽ നിന്നൊരു തകൃതിത്തയത്തിത്തയത്തയത്തൈ. വിരവിലി വരവു കണ്ടാനന്ദിച്ചു വിദഗ്ധനെന്നുറച്ചുള്ളിലാശ കൊണ്ട് വേസ്തവരുത്തിതാവാനപ്പോൾ ഇന്ത്യത്ത അതു നിജ തിരുമനസാദരാലെ അറിഞ്ഞുടൻ ചടുതിയിലവനോട് അരുൾ ചെയ്തീതാവന്നാശരിയെന്ന് ഇന്ത്യത്ത അവനമരുൾ വഴി കേട്ടിട്ടവലതു തെളിവരജനിൽ
മനസ്സിലായിക്കൊണ്ട് അറിയിച്ചു യാത്ര കൽപ്പനവാചാൽ ഇന്ത്യ ഇതത്ത വചനമിതരുളിയ തോമയോട് തരുവതിനിക വരും വേണ്ടുവണ്ണ വഴി പോകോലേ തിരിച്ചരുൾ ചെയ്യുമ്പോൾ ഇന്ത്യ ഇതത്ത വചനമിതരുളിയതോർത്തു കേട്ടു വകതരിലിവരുടെ കോലം കണ്ടു വാക്കുവശത്താലുള്ളു ഞടുങ്ങി ഇന്ത്യത്ത മൃങ്ങിയതവനിയൽ വീണു തോമ വരുവതിൻ ദിനകളിൽ കേണു നിന്നു വലുതായിട്ടുള്ള വാകൃതത്വം തകതും തികതക തായിക തൈതേ തങ്ങ തത്തിക്കണ തത്വം തകതും തികതക തായിക തൈതേ തങ്ങ തത്തിക്കണത്തോ ചിന്ത തെളിഞ്ഞിതും ചോഴനുമാവനും തന്നെ മന്ദിരിമാരും തെയ്തെ ചിക്കനെ വന്ദിച്ച് യോഗമൊരുമ്പെട്ടും ദൈവം ശരണമിതെന്ന് തെയ്തെ ചൊല്ലിയൊരു പോൽ നടപ്പിതു തൊമയരുൾ വഴി പോലെ തെയ്യത്തിന്തക തിന്തത്തെ തെയ് തെയ്യ തെയ്യത്തെ കർഗുതാക തെയ്യത്തെ കർഗുതരികിട തിമൃതത്തെ പോരും വഴിക്കുള്ള വാഴ്വു കൊടുപ്പങ്ങ് നെവും തെളിഞ്ഞില്ല കാവേർത്തത് എന്ന നിമിഷമയേക നടിച്ചിത് മർത്തോമൻ തൻ്റെ കവിളെടുത്തത് ഇപ്പടി കണ്ടിതു പോലും അവനുടെ നടതിനുള്ള ജനവും തെയ്തെ ഒത്തു നിരൂപിച്ചു വിശ്വസിച്ചമ്പാലെ മാമോദിസായിൽ മുഴുകി തെയ്തെ ഒത്തുതിരിച്ചു തിരിഞ്ഞിത കാവ്യന്റെ കയ്യും മുറെ കൂട്ടി തോമാ തെയ്തെ ഉരാളരോടറിയിച്ചിതു മാർഗവും കെട്ടവരായ കർഗുതെയ്യത്തിന്തക തിന്തത്തെ ആനന്ദം വരുമാറ് മാലകമാൻ തിത്തതെ തരാകാശേ നിന്നങ്ങ് ലോകം ചേർന്നോ തേ തിത്തേ തിത്തയതയത്തെ ആചാര ജഡരമാ നടക്കും പോലെ തിത്തതെ തരാകയാൽ കൂടി പോതിയുന്നിപ്പോൾ തേ തിത്തേ തിത്തയതയത്തെ ആത്മാവും ജഡരത്തിൽ പൂരിച്ചുടൻ തിത്തതെ തരാലസ്യം കൂടാതുയർത്തു രാജൻ തേ തിത്തേ തിത്തയതയത്തെ അതുപോഴുതണ്ണന്റെ മുൻപിൽ ചെന്ന് തിത്തതെ തരാതര നിന്നവൻ കൈകൾ കൂപ്പി തേ തിത്തേ തിത്തയതയത്തെ ആ പെട്ടൊരു മോനിവരൻ തന്നെ കണ്ട് തിത്തതെ തര കുമ്പിയിട്ടു നിന്നവർ കേട്ടും നീക്കി തേ തിത്തേ തിത്തയതയത്തെ മനുഗുണമുടയവനരുളായി വാനവ മഹിമയുടെ എത്തിയണഞ്ഞുടൻ ഇറുതിത്തിത്തെ മറുതല നെറികെടുമതിനൊരു തേരതിൽ മംഗലമായവ പുകിച്ച ഇറുതിത്തിത്തേക്ക് കൊണ്ടവരൊരു ഞൊടിയളവാൽ ചെന്നറിയിച്ചവർ മലക്ക് ഇറുതിത്തിത്തെ കരുണയൊടിതു വഴി ചൊൽവതിനഴകാൽ അങ്ങുമിങ്ങും മന ഇത് പരിച ഇറുതിത്തിത്തെ നലമോട് പലവക ഇന്നര മഴകാൽ നന്തുണിയും കുഴപ്പൽതരമേ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തിത്തെ നന്മവരും വക പലമൊഴിയൊരു സ്ഥിതി നന്നവലക്കൊൾ പുലമ്പിയത് തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തിത്തെ ഉടുമ്പിൽ നിന്നു ഈയടുത്തകാശേ ഉരുവാനിരിപ്പിടം പുകീച്ച എറുതെത്തിത്തെ വച്ചിരുതനമിത് മക്കളും മനുതന് മരുളു വഴിപ്പു നടപ്പിവരെ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തിത്തെ മന്മിനെ ഒഴിയെ പെരിയവരുൾവഴുന്നോടി തേടിപ്പുലരാമൻ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തിത്തെ തിത്തതകത തിഗിതിത്താം തിഗതകതകത തിഗിതിത്താം കൃകുതിത്തത്താം കൃകുതിന്തത്താം കൃകുതിത്തത്തത്താദിത്താദമൃതത്തെ. നന്ദി, നമസ്കാരം.